ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നിറയെ ആരുകളോട് കൂടിയിട്ടുള്ള കുഞ്ഞിക്കലത്തപ്പമാണ് കേട്ടോ ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ശർക്കരപ്പാനി റെഡി ആക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 2 അച്ച് ശർക്കര വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ചരി അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ശർക്കരപ്പാനി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇതെല്ലാം അരച്ചെടുക്കാനും വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലയ്ക്ക തൊലി കളഞ്ഞതും 2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നല്ല ചൂടോടെ തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ ശർക്കരപ്പാനി ചേർക്കുമ്പോഴാണ് കുഞ്ഞിക്കലത്തപ്പത്തിൽ നിറയെ ആരുകൾ ഉണ്ടാവുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ വെന്ത് പോവും. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഉണ്ടല്ലോ, അതിലൊരു പകുതി ഭാഗം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. കണ്ടോ, അങ്ങനെ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു പാകമാണ് വേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഫ്രൈ ചെയ്തുകൊണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് ചീനച്ചട്ടി നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതാ നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞിക്കലത്തപ്പവും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഞാനിത് നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നിറയെ ആരുകളാണുള്ളത്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞിക്കലത്തപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.